ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം ശരിയായ പാതയിലാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം. നിങ്ങളുടെ ഹൃദയവും മനസ്സും നിങ്ങൾ ശരിയായ പാതയിലാണ് എന്ന് പറയുന്ന 9 അടയാളങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്തൊരു ഡൗട്ട് വരും. ഞാൻ ഈ പോണ വഴി ശരിയാണോ, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ എന്നൊക്കെ അല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഒന്ന് ഉറപ്പിക്കാൻ, നമ്മൾ ശരിയായ വഴിയിലാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന 9 സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ തോന്നും, ഞാൻ ഈ കറക്റ്റ് ട്രാക്കിലാണല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. അപ്പോൾ ഒന്നാമത്തെ സൈൻ, നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഒന്നാമത്തെ സൈൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ പുതിയ ചാൻസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ? ജോലിയിൽ പുതിയ പ്രോജക്റ്റുകൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, ഇതൊക്കെ വെറുതെ വരുന്നതല്ല കേട്ടോ. നിങ്ങൾ ശരിയായ വഴിയിൽ പോകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ തരും. ഇതാ മുന്നോട്ട് പോകൂ, നിനക്ക് ഇതിനുള്ള കഴിവുണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. അതായത് നിങ്ങളുടെ ജീവിതം ഒരു വലിയ കാന്തം പോലെയാകുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ആളുകൾ, വിഭവങ്ങൾ, അവസരങ്ങൾ എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. ഞാനൊരു ഉദാഹരണം പറയാമേ. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്കൊരു ക്യാമറ ഓഫർ ചെയ്യുന്നു. മറ്റൊരു സുഹൃത്ത് നിങ്ങളുടെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നു. ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ മാജിക്കാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ അവസരങ്ങൾ വെറും സമ്മാനങ്ങളല്ല, അവ ഒരു പരീക്ഷണം കൂടിയാണ്. പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുന്നു, നിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിന്റെ സമയം, നിന്റെ എനർജി ഇവയെല്ലാം നീ അർപ്പിക്കാൻ തയ്യാറാണോ? ഈ അവസരങ്ങൾ എപ്പോഴും ഒരു സുന്ദരമായ പൊതിയിൽ റിബൺ കെട്ടി വരില്ല, അതായത് ഗിഫ്റ്റായിട്ട് വരില്ല. ചിലപ്പോൾ അവ വെല്ലുവിളികളുടെ രൂപത്തിലായിരിക്കും വരിക. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അവസരങ്ങൾ ആകർഷിക്കാൻ എന്താ ചെയ്യണ്ടേ? അത് പറയാം. നിങ്ങളുടെ മനസ്സ് തുറന്നിടുക. കണ്ണുകൾ കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് നോക്കുക. കാതുകൾ കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ അന്തർധ്വനി കേൾക്കുക, അതായത് ഉള്ളിൽ നിന്നുള്ള ശബ്ദം. ഹൃദയം നിറഞ്ഞ സ്നേഹവും മനസ്സ് നിറഞ്ഞ ലക്ഷ്യവും കൊണ്ട് പ്രവർത്തിക്കുക. നിങ്ങളുടെ മനസ്സ് തുറന്നിട്ടാൽ ഒരവസരം മറ്റൊരവസരത്തിലേക്ക്, അത് മറ്റൊന്നിലേക്ക്, അങ്ങനെ അവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ സൈൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഒന്നാമത്തെ സൈൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾ പഴയതിനെ ഓർത്ത് വിഷമിച്ചിരിക്കില്ല. അതാണ് രണ്ടാമത്തെ സൈൻ. അതായത് നിങ്ങളുടെ ഭൂതകാലത്തിനെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ കുറച്ച് മോശം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർത്ത് വിഷമിച്ചിരിക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കും. പക്ഷെ നിങ്ങൾ ശരിയായ വഴിയിൽ പോകുമ്പോൾ ആ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കില്ല. അതിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഓർത്തിട്ട് മുന്നോട്ടെങ്ങനെ നല്ല രീതിയിൽ പോകണമെന്ന് ചിന്തിക്കും. പഴയതിനെ ഒരു ഭാരമായിട്ട് കൊണ്ടു നടക്കാതെ ഒരു നല്ല ടീച്ചറായിട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് പഴയ കാര്യങ്ങളെ ഓർത്ത് ഒരുപാട് വിഷമമില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും ചില നിമിഷങ്ങളുണ്ടാകും നമുക്ക് അഭിമാനം തോന്നാത്ത, അയ്യോ ഞാനത് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങൾ. അതുപോലെ തന്നെ നമ്മെ അഭിമാനം കൊണ്ട് നിറയ്ക്കുന്ന നേട്ടങ്ങളും ഉണ്ട്. ഈ രണ്ടും വിലപ്പെട്ടതാണ്. ഈ രണ്ടും നമുക്ക് വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലേ? പക്ഷേ ഈ പഴയ പുസ്തകങ്ങളുടെ താളുകൾ മറിച്ചിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായം എഴുതാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എഴുത്തുകാരനെ ഒന്ന് സങ്കല്പിക്കൂ.
ആദ്യത്തെ താളുകൾ എഡിറ്റ് ചെയ്യുന്നതിൽ മുഴുകി പുസ്തകത്തിൻ്റെ ബാക്കി ഭാഗം എഴുതാൻ മറന്നു പോകുന്നു. ഭൂതകാലത്തിൽ ഉടക്കിപ്പോയാൽ നിങ്ങളുടെ ജീവിതവും അങ്ങനെയാകും. ഇനിയിപ്പോൾ അങ്ങനെ ഭൂതകാലത്തിലേക്ക് ഉടക്കിപ്പോയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തെ അംഗീകരിക്കുക. അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക, അതിന് നന്ദി പറയുക, എന്നിട്ട് മെല്ലെ അതിനെ താഴെ വയ്ക്കുക. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളെ ശക്തനും സമർത്ഥനും സ്നേഹനിധിയുമായ ഒരു വ്യക്തിയായിട്ട് മാറ്റി. അതിനൊരു ബിഗ് താങ്ക്സ് പറയുക. അതിനുശേഷം ധൈര്യത്തോടെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ ഭൂതകാലത്തെ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സൗഹൃദങ്ങൾക്കും പ്രണയത്തിനും പുതിയ അവസരങ്ങൾക്കുമുള്ള സ്പേസ് അവിടെ കിട്ടുന്നു. പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളുടെ പാസ്റ്റ്, അതായത് നിങ്ങളുടെ ഭൂതകാലം, ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും പിടിച്ചെടുക്കാൻ ശ്രമിക്കും. വിഷമം, നൊസ്റ്റാൾജിയ, വേദന ഇവയിലേക്ക് നിങ്ങളെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കും. അത്തരം നിമിഷങ്ങളിൽ വിധിയില്ലാതെ അതിനെ അംഗീകരിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ അനുവാദം നൽകുക. പക്ഷേ വീണ്ടും ഇന്നത്തെ നിമിഷത്തിലേക്ക് മടങ്ങി വരാൻ ശക്തി കണ്ടെത്തുക. അപ്പോൾ രണ്ടാമത്തെ സൈൻ പഴയതിനെ ഓർത്ത് വിഷമിച്ചിരിക്കില്ല എന്നുള്ള സൈനായിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ സൈൻ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തത, അതായത് ഒരു സമാധാനം അനുഭവപ്പെടുന്നു. ചുറ്റും എന്തൊക്കെ ബഹളവും പ്രശ്നവും ഉണ്ടായാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തത അനുഭവപ്പെടുന്നുണ്ടോ? അതായത് എല്ലാം ശരിയാകും എന്നൊരു ഫീല്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ശരിയായ വഴിയിൽ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരുപാട് അസ്വസ്ഥമാകില്ല. ഒരു ഇന്നർ പീസ് ഉണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും അതിനെ നേരിടാൻ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു സമാധാനം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. അതായത് ഈ ശാന്തത എന്നത് പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാത്തൊരവസ്ഥയല്ല, മറിച്ച് എല്ലാം ശരിയാവും എന്ന് ഹൃദയം പറയുന്നൊരവസ്ഥ. പ്രപഞ്ചം നിങ്ങളോട് പറയുന്നു, നീ ശരിയായ സ്ഥലത്താണ്, നീ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന്. അതായത് നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാലും, നിങ്ങളുടെ ഉള്ളിലൊരു എല്ലാം ശരിയാകുമെന്നൊരു തോന്നൽ, അതാണ് ആ ഒരവസ്ഥ. ഈ ശാന്തത നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഗൈഡാണ്. നിങ്ങൾ സങ്കീർണതയിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ പോകുന്ന സമയത്ത് ആ അദൃശ്യ കൈ, ഇത് ചെറുതായി തോന്നാം, പക്ഷേ ഇതൊരു വലിയ ഗിഫ്റ്റാണ്. അപ്പോൾ മൂന്നാമത്തെ സൈനാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തത അനുഭവപ്പെടുന്നു എന്നത്. ഇനി നാലാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുക. അതായത് നാളെ നിങ്ങളെ ആവേശം കൊള്ളിക്കുന്നു. നാളെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ? ഒരു പുതിയ ദിവസം, പുതിയ പ്രതീക്ഷകൾ, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ വഴിയിലാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല പ്രതീക്ഷകളുമുണ്ട് എന്നതിൻ്റെ ഒരു സിഗ്നലാണിത്. അപ്പോൾ നാളെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. അതായത് നിങ്ങളുടെ ഭാവി നിങ്ങളെ ആവേശം കൊള്ളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തോടും നിങ്ങളുടെ സന്തോഷത്തോടും ഒത്തുചേർന്നിരിക്കുന്നു. പക്ഷേ ആവേശത്തിന് പകരം ഉത്കണ്ഠയോ സമ്മർദ്ദമോ ആണ് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് തോന്നുന്നതെങ്കിൽ അത് ശരിക്കും ഒരു ആന്തരിക അലാറമാണ് കേട്ടോ. എന്തോ ശരിയല്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ് തോന്നുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ നോക്കാം. ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുക. എന്താണ് എനിക്ക് ഈ ടെൻഷൻ തരുന്നത്? ഞാൻ ചെയ്യുന്ന ജോലി എനിക്കിഷ്ടമല്ലേ? എൻ്റെ ലക്ഷ്യങ്ങൾ ശരിയാണോ എന്ന് സ്വയം ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ മാറ്റം വേണ്ടിവരും. ചിലപ്പോൾ ഒരു പുതിയ ഹോബി, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി, അല്ലെങ്കിൽ പുതിയൊരു വഴി. ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ആവേശം നിറഞ്ഞതാക്കും.
അപ്പോൾ 4ാമത്തെ സൈൻ, നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം തോന്നും. അങ്ങനെ സന്തോഷം തോന്നുവാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 5ാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള ആളുകൾ വരുന്നു. നിങ്ങളുടെ ചുറ്റും നല്ല ആളുകൾ കൂടുന്നുണ്ടോ? നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്ന കൂട്ടുകാർ. നിങ്ങൾ ശരിയായ വഴിയിൽ പോകുമ്പോൾ പോസിറ്റീവ് എനർജിയുള്ള ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. നല്ല സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. നിങ്ങളുടെ ജീവിതം ഒരു കാന്തം പോലെയാണ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളോട് അടുക്കുന്ന ആളുകളെ നിങ്ങൾ ആകർഷിക്കുന്നു. അപ്പോൾ 5ാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ആളുകൾ വരുന്നു എന്നതാണ്. ഇനി 6ാമത്തെ സൈൻ, നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ശബ്ദം നിങ്ങൾ കേൾക്കുന്നു. അതായത് നിങ്ങളുടെ ആന്തരിക ശബ്ദം നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചെറിയ ശബ്ദമുണ്ടല്ലേ, ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമ്മളോട് പറയുന്ന ഒരു ഫീല്. നിങ്ങൾ ശരിയായ വഴിയിൽ പോകുമ്പോൾ ആ ഇന്നർ വോയിസ് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളിലും ആ ഒരു ഫീലിങ്ങിന് ഒരു സ്ഥാനമുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക എന്നത് ഒരു വലിയ ധൈര്യത്തിൻ്റെ കാര്യമാണ്. ചിലപ്പോൾ ലോജിക്കിന് വിരുദ്ധമായിട്ടൊക്കെ തോന്നാം, പക്ഷേ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു GPS പോലെയാണ്. വഴി മങ്ങിയാലും അത് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും. ഇനി 7ാമത്തെ സൈനാണ് നിങ്ങൾ നിങ്ങളായിട്ടിരിക്കും എന്നത്. മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കാതെ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ സ്വഭാവവും ഒക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ? നിങ്ങൾ ശരിയായ വഴിയിൽ പോകുമ്പോൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളായി ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നും. അപ്പോൾ നിങ്ങൾ നിങ്ങളായി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. ഇനി 8ാമത്തെ സൈനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അതായത് നിങ്ങളുടെ ജീവിതത്തിനോട് തന്നെ നിങ്ങൾക്കൊരു പ്രണയം തോന്നും. നിങ്ങൾക്ക് പാട്ട് കേൾക്കാനോ ഡാൻസ് ചെയ്യാനോ ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക സന്തോഷം കിട്ടാറുണ്ടോ? നിങ്ങൾ ശരിയായ വഴിയിൽ പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും ലഭിക്കും. നിങ്ങളുടെ പാഷനുകൾക്ക് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. ഇനി 9ാമത്തെ സൈനാണ്, നിങ്ങൾ ചെയ്യുന്നതിലൊരു പർപ്പസ് ഉണ്ടാകും. അതായത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങൾ നിറവേറ്റുന്നു. നിങ്ങൾ ഓരോ ദിവസം ചെയ്യുന്നതിനും ഒരു പ്രത്യേക കാരണം ഉണ്ടാകും. വെറുതെ സമയം കളയുകയല്ല, നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും ഒരു വലിയ അർത്ഥമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഹോബികൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, ഇതിലെല്ലാം ഒരു നല്ല ഉദ്ദേശം ഉണ്ടാകും. നിങ്ങൾ ശരിയായ വഴിയിൽ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിന് ഒരു മീനിങ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിലൊരു പർപ്പസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിറവേറ്റുമ്പോൾ നിങ്ങൾ വെറും ഒരു ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, മറിച്ച് മനുഷ്യരാശിക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. പ്രപഞ്ചം നിങ്ങളുടെ പാതയിലേക്ക് വിഭവങ്ങൾ, ആളുകൾ, അവസരങ്ങൾ എല്ലാം അത്ഭുതകരമായിട്ട് ഒരുങ്ങുന്നു. ഞാനൊരു ഉദാഹരണം പറയാം, ചെറിയൊരു ഉദാഹരണമാണേ. നിങ്ങളുടെ നാട്ടിലൊരു ചെറിയ സ്കൂളിൽ നിങ്ങൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുക്കാൻ പോകുന്നു. ആ കുട്ടികളുടെ മുഖത്ത് ചിരിയും അവരുടെ നന്ദിയും കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും, അല്ലേ? അതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു. ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും പകരുന്നു. വെല്ലുവിളികളൊക്കെ വരും, പക്ഷേ അവയെ നിങ്ങൾ
ഗൗരവത്തോടെ കൈകാര്യം ചെയ്യും. കാരണം നിങ്ങളുടെ പാത ഒരു അർത്ഥവത്തായ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. അപ്പോൾ ഈ 9 കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്നൊന്നും ശ്രദ്ധിച്ചു നോക്കൂ. ഈ 9 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഒന്നാമത്തേത്, നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തേത്, പഴയതിനെ ഓർത്ത് വിഷമിച്ചിരിക്കില്ല. മൂന്നാമത്തേത്, ഉള്ളിലൊരു സമാധാനം അനുഭവപ്പെടും. നാലാമത്തേത്, നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം തോന്നും. അഞ്ചാമത്തേത്, നല്ല കൂട്ടുകാർ നിങ്ങളെ തേടി വരും. അതായത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ തേടി വരും. ആറാമത്തേത്, നിങ്ങളുടെ മനസ്സ് പറയുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കും. ഏഴാമത്തേത്, നിങ്ങൾ നിങ്ങളായി ഇരിക്കും. എട്ടാമത്തേത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. ഒമ്പതാമത്തേത്, നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു പർപ്പസ് ഉണ്ടാകും. ഇതിൽ പലതും നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശരിയായ വഴിയിലാണ്. നിങ്ങൾ ചെയ്യുന്നതിനെ വിശ്വസിക്കുക, മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഡ്രീംസ് എന്തായാലും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും. നിങ്ങളുടെ ജീവിതയാത്ര തുടരുക. വിശ്വസിക്കുക, എപ്പോഴും നിങ്ങളെ നയിക്കുന്നൊരു ശക്തി ഉണ്ടെന്ന് ഓർക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നിങ്ങളുടെ യാത്ര തുടരുന്നു. നിങ്ങളുടെ ജീവിതം സമൃദ്ധിയും നിങ്ങളുടെ ദിവസങ്ങൾ ആശീർവദിക്കപ്പെട്ടതുമാകട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്